എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ ജൂൺ മാസം 23-ാം തീയതി ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ ഘട്ടം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടം തന്നെയാണ്. കാരണം കോളേജ് ജോയിനിങ്ങിനായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരാകുകയും പെർമനൻ്റായും അല്ലെങ്കിൽ ടെമ്പററി ആയും കോളേജ് ജോയിനിങ് നടത്തേണ്ട ഒരു സമയവും കൂടിയാണിത്. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നിരവധി വിദ്യാർത്ഥികൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓപ്ഷൻ അവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ പ്രധാനമായും ഇന്നലെ DOA ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇറക്കിയ സർക്കുലർ, ഞാൻ ആ സർക്കുലർ വായിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തപ്പോൾ ആ സർക്കുലർ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷെ എന്നാലും വായിച്ചു പോയപ്പോൾ എനിക്ക് പ്രധാനമായും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്, ജൂൺ മാസം 24-ാം തീയതി ജൂൺ മാസം 24-ാം തീയതി ഇന്നു മുതൽ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ത് ചെയ്യും, വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഇന്നു മുതൽ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കും. അപ്പോൾ ഇന്നു മുതൽ കോളേജിൽ ഹാജരാകണം. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷനോ അല്ലെങ്കിൽ അതേ ഓപ്ഷനോ ലഭിച്ച വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ കോളേജോ അല്ലെങ്കിൽ മറ്റൊരു കോളേജോ ലഭിക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്ന് ഓർത്തിരിക്കുക. ഒന്നാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചു, രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ കോളേജോ അല്ലെങ്കിൽ മറ്റൊരു കോളേജോ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല. എന്നാൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ, ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചില്ല, രണ്ടാം അലോട്ട്മെൻറ്റിലാണ് ആദ്യമായി പ്രവേശനം അനുവദിക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചാൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. ഈ യൂണിവേഴ്സിറ്റി ഫീ എങ്ങനെയാണ് അടയ്ക്കുക? നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുക, നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് പിന്നെ ഒരു ആക്സസ് കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ ഫീ അടയ്ക്കാം. ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ 990 രൂപയും SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ 925 രൂപയുമാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത്. കോളേജ് ജോയിനിങ് ഇന്നു മുതലാണ്. ജൂൺ മാസം 24 മുതൽ 30 വരെയാണ് അതാത് കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. അലോട്ട്മെൻറ്റ് മെമ്മോ ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും പോലെയാണ് ഈ വർഷവും. നിലവിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല എന്ന് തോന്നി. ഞാൻ മുമ്പേ നോക്കിയപ്പോൾ വന്നിട്ടില്ല, ഇപ്പോൾ വന്നോ എന്നും അറിയില്ല. അപ്പം ഞാനൊരു മുമ്പേ 7:30 ടൈമിൽ നോക്കിയപ്പോൾ വന്നിട്ടില്ല. അപ്പം അലോട്ട്മെൻറ്റ് മെമ്മോ, പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ കാണും. ഫീസ് അടച്ച കുട്ടികൾക്കെല്ലാം അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന ഓപ്ഷൻ കാണാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ ഡൗൺലോഡായി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രവേശനത്തിന് ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരാകാമെന്ന് DOA അറിയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർ പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾക്ക് ആ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണ്, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ വേണ്ട, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 4, 3, 2, 1 ഉള്ള ഓപ്ഷനുകൾ വേണ്ട, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഞാൻ 5ാമത്തെ ഓപ്ഷനിൽ
പെർമനൻ്റ് അഡ്മിഷൻ അല്ലേ എടുത്തത്, ടെമ്പററി അല്ലല്ലോ. അപ്പോൾ എനിക്ക് ഹയർ ഓപ്ഷൻ വേണ്ട, ഞാൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയാലും എന്താണ് പ്രശ്നം? അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താലും ടെമ്പററി അഡ്മിഷൻ എടുത്താലും ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറിപ്പോവാം. നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്താലും ഓക്കെ, അങ്ങനെയെങ്കിൽ പോലും അടുത്ത അലോട്ട്മെൻറ്റിൽ ചിലപ്പം എന്ത് ചെയ്യാം, ഉയർന്ന ഓപ്ഷനുകളിലേക്ക് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ DOA, ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു, ഹയർ ഓപ്ഷൻ ഉണ്ട്, ക്യാൻസൽ ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ പോയാൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണോ ടെമ്പററി ആയിട്ടാണോ അഡ്മിഷൻ എടുത്തതെന്ന് നോക്കിയാൽ ഹയർ ഓപ്ഷൻ ഇപ്പം ജൂലൈ 7-ന് വരാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ പോയിക്കോണം. ജൂലൈ 7-ന് വരാൻ പോകുന്ന ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും പൊക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത്, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ്, ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടിയെങ്കിൽ ഹയർ ഓപ്ഷൻസ് അങ്ങ് ക്യാൻസൽ ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. എന്നാൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല, അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുക. ഇക്കാര്യങ്ങൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കോളേജ് ജോയിനിങ്ങിനായിട്ട് ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് ഹാജരാകാൻ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ, ലാപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർ അങ്ങനെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയും ശേഷം പ്രിൻ്റ് എടുത്ത്, കോളേജുകളിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് തരുമോ എന്ന് വ്യക്തമല്ല, എല്ലാ കോളേജുകളിൽ നിന്നും എടുത്ത് കൊടുക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സെൽഫ് ഫിനാൻസ് കോളേജ്, ഞാൻ കഴിഞ്ഞ വർഷമാണ് അഡ്മിഷന് പോയത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസ് കോളേജിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു പുറത്തുനിന്ന് പ്രിൻ്റ് എടുക്കണമെന്ന്. എന്നാൽ എനിക്ക് സ്പോട്ട് അഡ്മിഷനിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയപ്പോൾ എനിക്ക് കോളേജുകാർ തന്നെ പ്രിൻ്റ് എടുത്ത് നൽകുകയാണ്. കോളേജുകളിൽ DTP സെൻറ്ററിൽ നിന്നും പ്രിൻ്റ് എടുത്ത് നൽകുകയാണ് ചെയ്തത്. എന്തായാലും ഓരോ കോളേജുകളിൽ വ്യത്യാസമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. പ്രിൻ്റ് എടുത്ത് നൽകുമോ എന്നുള്ളത് വ്യക്തമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.